ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും വിവിധങ്ങളായ ആവശ്യങ്ങളെ പരിഗണിക്കുന്നതിനും അതിന് പ്രത്യേകമായ ഒരു നയം കൊണ്ടുവരാനും കേരള ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിൽ കുടുംബശ്രീ 7ാമത് ബഡ് സംസ്ഥാന കലോത്സവം തില്ലാന 2026 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഭിന്നമായ ശേഷിയുള്ളവരും വൈവിധ്യമാർന്ന തലങ്ങളിലേക്ക് തങ്ങളുടെ സർഗശേഷി എത്തിക്കാൻ കഴിവുള്ളവരുമാണ് ഭിന്നശേഷിക്കാർ. ഇങ്ങനെയുള്ള കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും നിരവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. സമൂഹത്തിൽ എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾക്ക് തുല്യനീതി ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാണ് ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ പകൽ പരിപാലനവും അവരുടെ മാനസിക, ശാരീരിക, ഭൗതിക വികാസത്തിന് ഉതകുന്ന പരിശീലനങ്ങൾ നൽകുന്നതും ഒരു നിയോഗമായി കുടുംബശ്രീ ഏറ്റെടുത്തത്. നിലവിൽ സംസ്ഥാനമൊട്ടാകെയുള്ള 405 ബഡ് സ്ഥാപനങ്ങളിലെ 14,000-ലേറെ കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന തില്ലാന ബഡ്സ് കലോത്സവം ചരിത്രത്തിലെ രേഖപ്പെടുത്തലാകട്ടെയെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെയും അവരുടെ രക്ഷകർത്താക്കളുടെയും വിവിധങ്ങളായ ആവശ്യങ്ങളെ പരിഗണിക്കാനും അതിനു മാത്രമായി ഒരു നയം കൊണ്ടുവരാനും കേരളത്തിലെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി ഒരു ബഡ്സ് പോളിസി തന്നെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോകുകയാണ്. ആ ഘട്ടത്തിലാണ് കേരളത്തിലെ കുടുംബശ്രീ 1997 കേരളത്തിൽ ആരംഭിച്ച് 2.5 പതിറ്റാണ്ട് പിന്നിട്ട ഈ ഘട്ടത്തിൽ ലോകത്തിന് മുമ്പിൽ മലയാളത്തിന്റെ അഭിമാനമായി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ പെൺപട്ടാളം കുടുംബശ്രീ ലോകത്തിന്റെ മുമ്പിൽ ഇത്ര കരുത്തോടെ നമുക്ക് അവതരിപ്പിക്കാൻ മറ്റൊരു സംസ്ഥാനത്തിനും കഴിയില്ല എന്ന് നമുക്കെല്ലാം അറിയാം. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് തങ്ങളുടെ സർഗശേഷി വളർത്താൻ ലഭിക്കുന്ന മികച്ച അവസരമാണ് തില്ലാന ബഡ്സ് കലോത്സവമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ബഡ്സ് സ്ഥാപനത്തിലെ കുട്ടികൾക്കും ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ബഡ്സ് കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ പദ്ധതി വിശദീകരണത്തിൽ പറഞ്ഞു. വിവിധ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.